ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഷിക്കാസ് വേൾഡ് മലയാളം. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് എൻ്റെ ഒരു അര ദിവസമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഗാർഡൻ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഗാർഡനിലെ ചെടികളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ ഞാൻ എന്തോരം എഫേർട്ട് ഇടുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഞാൻ ചെടികൾ നട്ടു കൊടുക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറേ താമര ട്യൂബേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ആയിട്ട് നട്ടു കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അക്കു ഉറങ്ങാത്തതുകൊണ്ടും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നട്ടു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പിന് വേണ്ടി നമ്മൾ അക്കുവും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ശ്രമിച്ചു ഇവനെ ഉറക്കാൻ വേണ്ടിയിട്ട്, അവൻ ഉറങ്ങുന്നില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ കാട്ടിലോട്ട് വന്നതാണ് കേട്ടോ. ഈ ഒരു കാട്ടിൽ നിന്നാണ് നമ്മൾ മണ്ണ് എടുക്കുന്നത്. നീ കണ്ടോ, കൈക്കോട്ട് കൊണ്ട് വെട്ടി കൊടുക്കുമ്പോഴേ മണ്ണ് അനങ്ങില്ല കേട്ടോ. അങ്ങനെ നല്ല ടൈറ്റായിട്ടുള്ള മണ്ണാണ്, ഇറങ്ങിയ മണ്ണാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുമോ, നമ്മളെ ഗാർഡൻ കാണുന്നവർക്കൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഗാർഡൻ ഇത്രയും ഭംഗിയാക്കിയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള കാടാണ്, നമ്മുടെ അമ്മയുടെ കാടാണ് കേട്ടോ. അമ്മയുടെ മാമിൻ്റെയും കാടാണ്. അവിടെ നിന്നാണ് നമ്മുടെ ഈ വീട്ടിൽ വെച്ചിരിക്കുന്ന എല്ലാ ചെടികൾക്കുള്ള മണ്ണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ചെയ്യാറുള്ളത്, കൈക്കോട്ട് കൊണ്ട് കുത്തി കൊടുത്താൽ ഒരിക്കലും മണ്ണ് വരില്ല, അത്രയ്ക്കും കട്ടി മണ്ണാണ്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനതിനെ ഒന്ന് മയപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ, നമുക്ക് കൊത്തിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഈ മയപ്പെട്ട മണ്ണിനിങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ, അത്രയ്ക്കും ടൈറ്റാണ് ഇവിടുത്തെ മണ്ണ്. അപ്പോൾ ചെടികളെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചകിരിച്ചോറോ അല്ലെങ്കിൽ ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ലൂസാക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ എല്ലാ ചെടികളും, വീട്ടിൽ വെച്ചിരിക്കുന്ന എല്ലാ ചെടികളും, എല്ലാ താമരകളും ദേ ഈ ഒരു കാട്ടിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ മുള്ളൊക്കെ കൊണ്ട് വേലി കെട്ടിയതാണ്. അപ്പോൾ മുള്ളൊക്കെ ഇവിടെ നിറയെ ഉണ്ട്. അപ്പുറത്ത് അക്കു കളിക്കുന്നുണ്ട് കേട്ടോ. അവൻ വിളിച്ചിട്ട് വരുന്നില്ല, അപ്പുറത്ത് കളിക്കുന്നുണ്ട്. അവനെയും നോക്കിയിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പലർക്കും അറിയില്ല കേട്ടോ, എനിക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യമൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാം. ചിലരൊക്കെ എനിക്ക് പ്രാന്താണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ചിലരൊക്കെ പറയും എന്തിൻ്റെ കേടാണ് ഇത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലണ്ടനിൽ നിന്ന് ഭർത്താവ് കാശ് അയച്ചിട്ടൊന്നും പോരാ തോന്നുന്നു, പിന്നെയും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പലരും കുറ്റവും പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ബോദർ ചെയ്യാറില്ല കേട്ടോ. എൻ്റെ ഇഷ്ടമാണ് ഇത്, എൻ്റെ പാഷനാണിത്. എനിക്കറിഞ്ഞിട്ടെന്നല്ല, 100-ൽ ഒരു 95% വീട്ടമ്മമാരും ഇപ്പോഴും സ്വന്തം ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നവരാണെന്നാണ് എൻ്റെ ഒരു ഉറപ്പ് കേട്ടോ. അതിൽ നിന്ന് സക്സസ് ആയിട്ട് ഇപ്പോഴും ഐഡൻറ്റിറ്റിയോടെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന ആളാണ്, എനിക്കിതാണ് അല്ലെങ്കിൽ എൻ്റെ ജോലി ഇതാണെന്ന് പറയാൻ പറ്റാതെ ഇപ്പോഴും ഒതുങ്ങിക്കൂടിയിട്ട് എങ്ങനെയൊക്കെയോ ദിവസം തള്ളി നിൽക്കുന്നവർ കേട്ടോ. രാവിലെ എണീറ്റതും രാത്രി ആയതും പോലും അറിയാതെ ദിവസം പെട്ടെന്ന് ഒന്നുമില്ലാതെ തീർന്നു പോകുന്ന എത്രയോ പേരെ എനിക്കറിയാം കേട്ടോ. എത്രയോ ചേച്ചിമാരെ എനിക്കറിയാം, എത്രയോ അമ്മമാരെ എനിക്കറിയാം. അപ്പം അങ്ങനെയൊന്നും അതിലൊന്നും ഒതുങ്ങിപ്പെടാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു യൂട്യൂബ് ചാനൽ. അപ്പം എനിക്ക് ബാക്കിയുള്ളവരെ പോലെ നമുക്ക് മണ്ണിലിറങ്ങിയാലേ എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മണ്ണിലിറങ്ങി വർക്ക് ചെയ്തിട്ട് അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അങ്ങനെ മണ്ണും കൊണ്ട് കൊത്തിയാലേ അല്ലെങ്കിൽ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചാലേ ആ ചെടിയുടെ പൂക്കളും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് പറയുന്നത് തന്നെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് പിടിപ്പിച്ചാലേ, എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ചാലേ അത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകിലുള്ളത് ഈ മണ്ണെടുത്തിട്ട് വരുന്നതും അങ്ങനെ ഒരുപാട് കഷ്ടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ട്രൈപോഡ് കൊണ്ടൊന്ന് ഇവിടെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെൻ്റെ ജോലിയല്ലേ, അപ്പോൾ ആരെന്ത് വിചാരിച്ചാലും എന്താണ്. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ നിന്ന് നമ്മൾ മണ്ണെടുത്തിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ. അപ്പോൾ ഈ മണ്ണ് നല്ല വെയിറ്റാണ്, കാരണം വെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മളെടുത്തത്. വെള്ളം ഒഴിച്ചപ്പോൾ ആ മണ്ണ് ഒന്നും കൂടി ടൈറ്റായി, അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടിയിട്ടാണ്. അപ്പോൾ പുറകെ തന്നെ അക്കു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണ് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ, അത് വെള്ളം കൂടിയതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റ് മണ്ണ് കൊണ്ട് നമുക്ക് ഒരു ചട്ടിയിൽ ഒരു താമര നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ബക്കറ്റ് മണ്ണ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടി അക്കു മണ്ണ് വന്നതും കളിക്കാം കേട്ടോ. ഞാൻ ഇതിൽ മണ്ണ് ബാക്കി വരികയാണെങ്കിൽ അത് അവിടെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെടികൾ നട്ടു കൊടുക്കും കേട്ടോ. അവൻ്റെ കളി അവന് മതിയാവോളം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു.
നന്നായിട്ട് മണ്ണ് കിട്ടിയപ്പോൾ എറിഞ്ഞെറിഞ്ഞ് കളിക്കാം. ഞാൻ അവിടെ നിന്ന് മണ്ണെടുത്തിട്ട് വരാം, അവന് എറിഞ്ഞെറിഞ്ഞ് കളിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ താമര നടാനാണ് എറിഞ്ഞ് കളിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്തായാലും ഇവനെ വെച്ച് നടുകയാണെങ്കിൽ ഇന്ന് നട്ട പോലെ തന്നെയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ട് ഉറക്കി കേട്ടോ. ഉറക്കിയതിന് ശേഷമാണ് ഞാൻ താമര നടുന്ന ഒരിത് വന്നത് കേട്ടോ. ഞാൻ പൊതുവെ താമര നടുന്നത് എല്ലുപൊടിയും നമ്മുടെ ചാണകപ്പൊടിയും DAP ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. DAP ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയും മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഇന്ന്. അപ്പോൾ ഇതേ നമ്മൾ ചാണകം എടുക്കാൻ പോകുന്നത് കുറച്ച് അപ്പുറത്തുള്ളൊരു വീട്ടിലാണ്. അവിടെ ചാണകമട ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചാണകമട എന്നാണ് പറയുക. ചാണകമൊക്കെ കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കൊട്ടി വയ്ക്കും. അപ്പോൾ അത് ഡ്രൈ ആയിട്ട് അവിടെ മണ്ണായിട്ട് കിടക്കുന്നുണ്ടാവും. അവിടെ പോയിട്ട് ഞാൻ ബക്കറ്റ് കൊണ്ട് പോയിട്ട് ചാണകപ്പൊടി എടുത്തിട്ട് വരികയാണ് കേട്ടോ. അപ്പം ചിലർക്കൊക്കെ നാട്ടുമ്പുറത്തിരിക്കുന്നവർക്കൊക്കെ അങ്ങനെ സുലഭമായിട്ട് ചാണകപ്പൊടി കിട്ടാറുണ്ട്. പലരും പൈസ ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം സുലഭമായിട്ട് കിട്ടും കേട്ടോ. ചാണകം നമ്മൾ കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയിട്ട് അവരോട് ചേച്ചിയോട് ചാണകം എടുക്കുന്നത് പറഞ്ഞാൽ മതി. നമ്മൾ ബക്കറ്റ് കൊണ്ട് പോയി എടുത്തിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണ് നല്ല ടൈറ്റ് ആയതുകൊണ്ട് ചളിയാക്കേണ്ടി വന്നില്ല. അത് തന്നെ ചളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവൻ ഒരു ടബിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം ഇന്ന് എനിക്ക് 2 ടബിൽ വെച്ച് കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ അവൻ എണീക്കും, അവന് ഭക്ഷണം കാര്യങ്ങൾ ബാക്കി വീട്ടിലെ ഓരോ ജോലികളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ടബ് റെഡിയാക്കിയിട്ട് ഇന്ന് ഈ ഒരു ട്യൂബറാണ് നട്ടു കൊടുക്കുന്നത് കണ്ടോ. വന്നിട്ട് കുറേ ദിവസമായതുകൊണ്ട് അതിൽ വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നട്ട് കൊടുക്കുന്നത് നമ്മുടെ ലക്ഷ്മീൻ്റെ ട്യൂബറാണ് കേട്ടോ. താമര എന്നതൊരു സങ്കല്പം തന്നെ എനിക്കുള്ളത് ലക്ഷ്മീൻ്റെ ആ ഒരു പൂവാണ് കേട്ടോ. കുറേ ആയിട്ട് വാങ്ങിച്ച് വെക്കണം എന്ന് ആഗ്രഹിച്ചൊരു താമരയാണ്. അപ്പോൾ ഇതെന്തായാലും ഇപ്പം എനിക്ക് സാധിച്ചു. അപ്പോൾ ഞാനത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ നമ്മുടെ വീട്ടിൽ താമര നടുന്നതും ചെടികൾ നടുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ബിഹൈൻഡ് സീൻസ് നിങ്ങൾ കാണണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഇത് കാണിച്ചത്. പിന്നെ ഇതേ വേറൊരു ടബിലും കൂടി നമ്മുടെ അമേരിക്കൻ വെല്ലയുടെ ഒരു ട്യൂബർ ഉണ്ടായിരുന്നേ, അതും കൂടി നട്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ അതിലും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ഹാഫ് ഡേ കഴിഞ്ഞു. ഇതൊക്കെ കഴിയുമ്പോഴേക്കും അക്കു എണീറ്റു. പിന്നെ അവന് ഭക്ഷണം കൊടുക്കലായി, പിന്നെ അവൻ്റെ പുറകിലായി. അത് കഴിഞ്ഞതും ശിഖ വരേണ്ട സമയമായി. അതിനിടയ്ക്ക് വീട്ടിലെ കുറേ ജോലികളൊക്കെ ചെയ്ത് നമ്മൾ തീർത്തു കേട്ടോ. പിന്നെ അവസാനമായിട്ടൊരു കാര്യം, കുറേ ട്യൂബേഴ്സ് നട്ടു കൊടുക്കുന്നവരാണ് ഇതുപോലെ നമ്മൾ ടബിൽ പേര് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. കാരണം പൂക്കളൊക്കെ ഉണ്ടായതിന് ശേഷം ഇതുപോലെ ഇലകൾ മാത്രമായി നിൽക്കുന്ന സമയത്ത് ഇതിലേത് താമരയാണ് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പെയിൻറ്റോട് പേര് എഴുതി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ട്യൂബേഴ്സ് ആണെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ആ പേരും കൂടി എഴുതി കൊടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്